എഗെയിൻ ഞങ്ങളുടെ ചീറ്റ് ഡേ ആണ് കേട്ടോ. ഇന്ന് മാത്രമല്ല കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് ചീറ്റ് ഡേ തന്നെയാണ് കേട്ടോ. കഴിക്കുന്നതിന് ഒരു കൈയും കണക്കുമില്ല, അതുപോലെ മധുരവും കാര്യങ്ങളും എല്ലാം വാരി കഴിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് അമ്മ കിച്ചണിലോട്ടാണ് കേട്ടോ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. സമയം ഇവിടെ ഒരു 9 മണി ആയെങ്കിലും നേരം പരപ്പരാന്ന് തന്നെ വെളുത്തിരിക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ സമ്മറായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളങ്ങനെ അമ്മ കിച്ചണിലെത്തി. എനിക്ക് ശരിക്കും ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും ഇതൊരു ശ്രീലങ്കൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുത്തെ മിക്ക സാധനങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പൊറോട്ട കഴിക്കണം എന്നുള്ള അധികമായ എൻ്റെ ആഗ്രഹം കാരണം ഞാൻ പറഞ്ഞത് കിഴിപ്പൊറോട്ടയാണ്. പക്ഷേ ഇത് കിഴിപ്പൊറോട്ട കേട്ടോ, ഇത് വടയാണ്. വട അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ വടയാണ്. അങ്ങനെ നമ്മൾ ആദ്യം 2 സെറ്റ് പറഞ്ഞു, അത് തീർത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 സെറ്റ് പറഞ്ഞു. 2 സെറ്റിൽ 2 വടയാണ്, സോറി 1 സെറ്റിൽ 2 വടയാണ്. ഞാൻ രാവിലെ എന്തോ ഫുഡ് കഴിച്ചാണ് കേട്ടോ. പിന്നെ ഒരു മഫിൻ ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊന്നും കഴിച്ചില്ല. സോ ആക്രാന്തോടെയാണ് ഞാനതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നത്. 2 വട കഴിച്ചപ്പോൾ തന്നെ ഏകദേശം എൻ്റെ വയറ് ഹാഫ് ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാധനങ്ങളൊക്കെ വന്നു. പൊറോട്ട, ചെട്ടനാട് ചിക്കൻ കറി, ബീഫ് റോസ്റ്റ്, അങ്ങനെ ആറ്റുനോറ്റിരുന്ന എൻ്റെ കിഴി പൊറോട്ട ഇങ്ങെത്തി കേട്ടോ. അപ്പോൾ തുറന്നപ്പോഴത്തേനും കുറച്ച് ഗ്രേവി കൂടുതലായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഗ്രേവിയിൽ മുക്കി ഇങ്ങനെ സാധനങ്ങൾ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മളങ്ങനെ ഒരു പ്ലെയിൻ ദോശയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സംഭവം ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെട്ടനാട് ചിക്കൻ കറി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പിന്നെ എല്ലാവരും ഓർഡർ ചെയ്ത സാധനങ്ങൾ കൈയിട്ട് വരാൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയണമല്ലോ. അങ്ങനെ ബീഫ് റോസ്റ്റ് കഴിച്ചു നോക്കി. ലാസ്റ്റ് ടൈം ഞാൻ ബീഫ് റോസ്റ്റ് കഴിച്ചപ്പോൾ കുറച്ചും കൂടെ ഹാർഡായിട്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. സംഭവം കൊള്ളായിരുന്നു. ഈ ചില അടുത്തൊക്കെ ഈ കിഴിപ്പൊറോട്ടയുടെ ഉള്ളിൽ മുട്ട പുഴുങ്ങിയതൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഓംലെറ്റ് ആയിരുന്നു കേട്ടോ. അതായത് 2 പൊറോട്ടയുടെ നടുവിലായിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി അങ്ങനെ ആയിരുന്നു. ഏകദേശം ഞാനത് ഫിനിഷ് ചെയ്തു. പക്ഷെ എൻ്റെ വയറ് പൊട്ടാറായിട്ടുണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പാൽച്ചായ പറഞ്ഞപ്പോൾ ഞാൻ ബ്ലാക്ക് ടീ ആണ് കേട്ടോ പറഞ്ഞത്. കാരണം പാൽച്ചായം കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്നെ തെക്കോട്ട് എടുക്കാം. അമ്മ അതിന് എൻ്റെ വയറ് പൊട്ടാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വീക്കെൻഡിന് ഒരു പരിസമാപ്തി ആയിരിക്കുകയാണ് കേട്ടോ. പക്ഷേ തകർന്ന ഹൃദയമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നാളെ മുതൽ ബാക്ക് ടു നോർമൽ ലൈഫ്, ബാക്ക് ടു ഇതിലേക്ക് പോകാൻ വരട്ടെ. അമ്മാസ് കിച്ചണിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നടക്കുന്നിട്ട് മേലോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും റിഫ്ലക്ഷനുള്ള എന്തോ ഒരു സംഭവമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മിറർ അല്ല, പക്ഷേ വേറെ എന്തോ ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.